മാം നമുക്ക് ഇന്നലെ ഒരു പേഷ്യൻ്റ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഓൾഡ് പേഷ്യൻ്റാണ്. അവരുടെ മോനിപ്പോൾ 6 months ആയിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡ് ബേബിക്ക് അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് എപ്പോഴത്തേക്കിന് വേണം എന്നാണ് അവർ ചോദിക്കുന്നത്. സെക്കൻഡ് ബേബി എന്നുള്ളത് ഒരു ഇൻഡിവിജ്വലൈസ് ഡിസിഷൻ ആയിരിക്കണം. ഇപ്പം നമ്മളൊരു മിനിമം ഒരു 1.5 to 2 years ഗ്യാപ്പ് വേണം. അതായത് ഒരു സിസേറിയൻ ഡെലിവറി ഒക്കെ കഴിഞ്ഞാണെങ്കിൽ ബോഡി ഹീൽ ചെയ്യാൻ, ന്യൂട്രസസ് ഹീൽ ചെയ്യാനായിട്ടൊരു 2 years ഗ്യാപ്പ് കൊടുക്കുന്നതാണ് നല്ലത്. നോർമൽ ഡെലിവറി ആണെങ്കിൽ നമുക്കൊരു 1.5 years ഗുഡ് ഇനഫ്. പിന്നെ നമ്മുടെ പ്രീവിയസ് പ്രഗ്നൻസി എങ്ങനെ ഉണ്ടായിരുന്നു എന്നനുസരിച്ചും കൂടി ഇരിക്കും. ഷുഗേഴ്സ് ഉണ്ടായിരുന്നു, BP ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അനീമിയ ഉണ്ടായിരുന്നു, കുറേ ബ്ലഡ് ലോസ് ഉണ്ടായിരുന്നു എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ അഡ്രസ്സ് ചെയ്തിട്ട് വേണം, അതൊക്കെ ഒന്ന് കൺട്രോൾ ആകാൻ നോക്കിയിട്ട് വേണം നമ്മൾ അടുത്ത പ്രഗ്നൻസിക്ക് പ്ലാൻ ചെയ്യാം. പിന്നെ വേറൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ പേഷ്യൻ്റെ ഏജ് തന്നെയാണ്. ഒരു 35 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഒരാളാണെങ്കിൽ നമ്മൾ അധികം അങ്ങോട്ട് ഒരു ഫ്യൂ ഇയേഴ്സ് ഒക്കെ വെയിറ്റ് ചെയ്യാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. അല്ലാതെ ഒരു യങ് പേഷ്യൻ്റ് ഒരു 25 ആണെങ്കിൽ ഈവൻ അപ് ടു 5 years വെയിറ്റ് ചെയ്യുന്നതിലും തെറ്റില്ല. നമ്മൾ അടുത്ത ബേബിക്ക് പ്ലാൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഷുഗേഴ്സും തൈറോയിഡും BP ഒക്കെ ഒന്ന് നോക്കിയിട്ട് വേണം അടുത്ത പ്രഗ്നൻസിക്ക് പ്ലാൻ ചെയ്യാനായിട്ട്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നമ്മൾ ഇമോഷണലി ഫൈനാൻഷ്യലി റെഡി ആണോ എന്ന് നോക്കിയിട്ട് വേണം അടുത്ത ബേബിക്കായിട്ട് ട്രൈ ചെയ്യാനായിട്ട്.